വാഴ്ത്തുമേ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പകർന്നാട്ടലം പരത്തോരദ്യം വീശുന്നതാ, പകർന്നാട്ടലം പരത്തോരദ്യം വീശുന്നതാ. എന്നെ സുഗന്ധമായി മാറ്റിടണേ, പഴിതുഷി എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ ഒരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. മനക്ലേശത്തിൽ മുങ്ങുമ്പോ, മനക്ലേശത്തിൽ മുങ്ങുമ്പോ ഭയപ്പെടേണ്ടായി പുറത്തവനേ, തിരുക്കരം ഭയപ്പെടേണ്ടായ പുറത്തവനേ. വാഴ്ത്തുമേ ഒരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. തിരുഹിതമില്ലത്തിരുവാൻ ഞാനിപ്പോൾ വന്നിടുന്നേ, തിരുഹിതമില്ലത്തിരുവാൻ ഞാനിപ്പോൾ വന്നിടുന്നേ. എന്റെ നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ, എന്റെ നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ. വാഴ്ത്തുമേ ഒരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വീണ്ടും വന്നേരത്തെ അറിയിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, വിശപ്പിച്ചായ സന്തുടിയാമ്പതിൽ കർത്താവെ, ഞങ്ങൾ ലേഡീസ് മീറ്റിംഗ് ആയി കടന്നു വരുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഒരുപോലെ ഞങ്ങളെ വിട്ട് കടന്നു പോയല്ലോ. ഹല്ലേലൂയ. സമയം ലഭിക്കാതെ എന്നെ കുഞ്ഞുങ്ങള് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ ഹല്ലേലൂയ അപ്പച്ചാ, ഏഴകളായിരിക്കുന്ന അടികളെ നീ ഇത്രത്തോളം സ്നേഹിച്ചല്ലോ, ഓർത്തതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഈ സമയം കർത്താവെ, ഞങ്ങൾ മീറ്റിംഗ് ആയി കടന്നു വരുമ്പോൾ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമുകളും ദൈവനാമത്തിന് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പച്ചാ, എല്ലാ ദേവദാസിമാരെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവ് എല്ലാ കർത്താവെ മീറ്റിങ്ങുകളും അനുഗ്രഹമായി തീരുവാൻ തക്കണം, ഒന്നിനൊന്നിന് മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കണം കർത്താവ് സഹായിക്കണേ. നായ സ്തോത്ര ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥന കേട്ടെ. നായ സ്തോത്ര യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാനൊന്ന് പ്രോഗ്രാം വായിക്കാം. സങ്കീർത്തനം വായന സിസ്റ്റർ ലതാ ഷാജി, റിപ്പോർട്ട് വായന സെക്രട്ടറി ഷൈല ബെന്നി, മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ മേരിക്കുട്ടി ആന്റി, സ്പെഷ്യൽ പ്രോഗ്രാം ജോയിസ് ജോസ്, അനുഭവ സാക്ഷ്യം സിസ്റ്റർ സോഫി ജോയി, സ്പെഷ്യൽ പ്രോഗ്രാം ഞാനാണ്. പിന്നെ ലാസ്റ്റ് മെസ്സേജ് നമ്മുടെ ഗ്രേസി പോൾ ആന്റി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പ്രോഗ്രാം റിപ്പോർട്ട് വായനയ്ക്കായി നമ്മുടെ സെക്രട്ടറിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷയായിരിക്കുന്ന ജെസി സിസ്റ്റർ, അതുപോലെ നമ്മുടെ ലേഡീസ് ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന നമ്മുടെ മേരിക്കുട്ടി ആന്റി, മറ്റ് ഭാരവാഹികൾക്കും എല്ലാ സൂമിലായിരിക്കുന്ന സഹോദരിമാർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു.
11/12/2023 റിപ്പോർട്ട്. 11/12/2023 ലേഡീസ് മീറ്റിംഗ് സിസ്റ്റർ സോഫി ജോയിയുടെ അധ്യക്ഷതയിൽ കൂടി സിസ്റ്റർ സോഫി ജോയി പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിച്ചു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. തുടർന്ന് സിസ്റ്റർ ഷൈല ബെന്നി കഴിഞ്ഞ മീറ്റിംഗിലെ റിപ്പോർട്ട് വായിച്ചു. സിസ്റ്റർ സിനി പാസാക്കുകയും ലതാ ഷാജി പിന്താങ്ങുകയും ചെയ്തു. തുടർന്ന് സിസ്റ്റർ ലതാ ഷാജി വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷമായി സിസ്റ്റർ ബിന്ദു രാജൻ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തെ ആസ്പദമാക്കി അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ നടത്തി. തുടർന്ന് സിസ്റ്റർ മേരിക്കുട്ടി ചെറിയാൻ പ്രാർത്ഥിക്കുകയും സിസ്റ്റർ സാറാമ്മ ചെറിയാൻ ആശീർവാദം പറയുകയും ചെയ്ത് മീറ്റിംഗ് അവസാനിപ്പിച്ചു. ഈ റിപ്പോർട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നു. പാസ്സാക്കാമോ? പാസ്സാക്കാമോ? പാസ്സാക്കാം. ഓക്കെ, ഒരാൾ പിന്താങ്ങും. ഒരാൾ പിന്താങ്ങും. ആരുമില്ല, എന്നാ ഞാൻ പിന്താങ്ങിയേക്കാം. ഓക്കെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ റിപ്പോർട്ട് നമ്മുടെ മേരിക്കുട്ടി ആന്റി പാസ്സാക്കി. നമ്മുടെ ലതാ ഷാജി ആന്റി അതിനെ സപ്പോർട്ട് ചെയ്ത് പിന്താങ്ങി. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് പ്രോഗ്രാം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ നമ്മുടെ മേരിക്കുട്ടി ആന്റിയെ ക്ഷണിച്ചു കൊടുക്കുന്നു. സങ്കീർത്തനം വായന. ഓക്കെ, ശരിയാ, സോറി. സങ്കീർത്തനം വായന നമ്മുടെ സിസ്റ്റർ ലതാ ഷാജി. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. കടന്നു വന്ന എല്ലാ ദാസിമാർക്കും ദൈവനാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. 42-ാം സങ്കീർത്തനം വായിക്കുന്നു. മാൻ നീർത്തോളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിൽ ചെന്നോർത്ത് എന്റെ ഉള്ളിൽ എന്നിൽ പകരുന്നു. എന്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്ന ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷ, എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനി അവനെ സ്തുതിക്കും. എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്റെ നീരാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരുമാലകളും എല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. യഹോവയെ പകൽ നേരത്ത് തന്റെ ദയ കൽപ്പിക്കും. രാത്രി സമയത്ത് ഞാൻ അവനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നീ എന്നെ മറന്നു എന്തേ? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നു എന്തേ എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറയുന്നുണ്ട്. എന്റെ അസ്ഥികളെ താർക്കും വണ്ണം ഞാൻ എന്നെ നിന്ദിക്കുന്നു. എന്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്തേ? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവനെന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനി അവനെ സ്തുതിക്കും. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്ത വിശ്വസനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അടിയന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അവിടത്തേക്ക് പ്രസാദകമായി തിരുമാറാകണമേ. ദൈവമേ, ആദ്യോടെ നടത്തുന്ന എല്ലാ പ്രോഗ്രാമിനും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ എന്റെ സ്വർഗത്തിലെ പറ്റി സഹായിക്കണം. പ്രാർത്ഥനയുടെ ഒരു സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ഇവിടെ ഈ സങ്കീർത്തനം സമാഗമന കൂടാരത്തിന്റെ ചുമതലയുള്ള പ്രത്യേക ലേവി കുടുംബങ്ങളിൽ ഒന്നാണ് കോരഹിന്റെ പുത്രന്മാരെന്നാണ്. അവരെ കെഹാത്യർ, അതായത് അവരെ ദ്വാരപാലകർ എന്ന് നമ്മൾ വചനം പഠിക്കുമ്പോൾ വിളിക്കുന്നതായിട്ട് നമുക്കറിയാം. എന്തൊക്കെയാണ് ആലയത്തിനകത്തുള്ളതായ അവർക്ക് ആവശ്യങ്ങൾ അതനുസരിച്ച് ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നുണ്ടെന്ന് അവർ അന്നുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുക. അതാണ് അവരുടെ കോരഹപുത്രന്മാര് പ്രവാസത്തിലായിരുന്നപ്പോൾ എഴുതിയ വിലാപഗാനമാണ് ഇത്. ഇവിടെ സങ്കീർത്തനക്കാരൻ ഒരു വലിയ നിരാശയിലും ആത്മീയ വരൾച്ചയും വിഷാദവും അനുഭവിക്കുന്നതായിട്ട് കാണുവാൻ തക്കമുണ്ട്. ദേവാലയത്തിൽ നിന്ന് അകന്നിരിക്കുകയും തനിക്ക് അറിയാവുന്നതുപോലെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ വരികയും ചെയ്തപ്പോൾ താൻ ഒരിക്കല് ആയിരുന്ന ആരാധനാ സമയത്തെ അവൻ ഓർക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് വിവിധമായ ഋതുക്കൾ മാറി വരുന്നത് പോലെ നമ്മളുടെ വ്യത്യസ്തമായ ജീവിതഘട്ടങ്ങൾ നമ്മൾ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത് പല വിധത്തിലായിരിക്കും. പല വിധത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകളെ പ്രതികരിക്കുന്നത് ബൈബിൾ പറയാണ് വിലപിക്കുക എന്ന് പറഞ്ഞാൽ നിലവിളിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളുടെയും മധ്യത്തില്, നമുക്ക് വരുന്ന പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ദൈവത്തോട്
നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തക്കണം. യേശു പോലും ക്രൂശിൽ കിടന്നുകൊണ്ട് കഠിനമായ ശാരീരിക വ്യത അനുഭവിച്ചപ്പോൾ കഷ്ടപ്പെട്ട് തീർത്തും ഉപേക്ഷിക്കപ്പെട്ട നിലയിലായപ്പോ പോലും 22-ാം സങ്കീർത്തനം ഉദ്ധരിച്ചു പറയാണ്, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തേ, അല്ലെ? അവിടെ അങ്ങനെ ഒരു ദൈവം പോലും അവിടെ ദാവീദ് അവിടെ അങ്ങനെ പറയുവാന്നൊക്കെ പറയുന്നത്. ദാവീദ് രചിച്ച് കോരഹോത്തന്മാർക്ക് പാടുവാൻ ഏൽപ്പിച്ച സങ്കീർത്തനം എന്നാണ് വചനം പഠിച്ചവർക്കറിയാം. വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തക്ക ഇടയായിത്തീരുന്നത്. അവിടെ ആത്മീയമായി ദൈവം മക്കൾ കൂടി വരുന്ന കൂട്ടായ്മയിൽ കടന്നു വരാൻ പറ്റാത്ത സാഹചര്യത്തില് കണ്ണുനീരോടെ ഹൃദയവേദനയോടെ ഇത് എഴുതുന്നതായിട്ടാണ് പറയുന്നത് സങ്കീർത്തനക്കാരന്, അല്ലെ? അതിന്റെ 4-ാം വാക്യത്തില് പറയുകയാണ്, കഴിഞ്ഞ കാലങ്ങളെ, കഴിഞ്ഞ അനുഭവങ്ങളെ അയവിറക്കുകയാണ് 4-ാം വാക്യത്തിൽ, അല്ലെ? ആയിരുന്നത് എങ്ങനെയെല്ലാം ആയിരുന്നു അതെല്ലാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓർക്കുകയാണ്. അനുഭവങ്ങളെ അയവിറക്കുക, എന്നാൽ ഇപ്പോൾ എനിക്കത് പറ്റുന്നില്ലാണ് ദാവീദ് പറയുന്നത്. പലവിധമായ സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നു, ഞാൻ വരുത്തിയതായ സാഹചര്യങ്ങളിൽ, എന്നിൽ വന്നു പറ്റിയ സാഹചര്യങ്ങളെ അനുഭവിക്കേണ്ട സമയത്ത് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന്. നമ്മുടെ ദാഹം എന്തിനാണ്? ദൈവത്തെ അറിയാനാണോ അതോ മറ്റു പലതിലുമാണോ നമ്മളുടെ ആശ്രയം? നമുക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ ആകേണ്ടതുപോലെ ആയിത്തീരുവാൻ ഇവിടെ ദാവീദ് ഒരു ആഹ്വാനം നൽകണേ. അതിന്റെ 3-ൽ പറയാണ്, നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലെ? നമ്മളെല്ലാം ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ഇത്ര കരച്ചില്, എന്താണ് നിന്റെ ജീവിതത്തിൽ ഇത് ബുദ്ധിമുട്ട്? ഇത് ദാവീദിന്റെ അനുഭവത്തിൽ കൂടി നമുക്ക് നമ്മൾ വരുത്തി വെക്കുന്നതായ പ്രയാസങ്ങളും ഭാരങ്ങളും, അല്ലെ? ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് വരുത്തി വെച്ച അനുഭവങ്ങളുണ്ട്. ദാവീദിന്റെ ജീവിതത്തിൽ വന്നു കിടന്ന് ദാവീദ് പോയ അവസരങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ദാവീദ് ഒരു സമയത്ത് നന്നായിരുന്നു, എന്ത് ചെയ്യാ? ഇപ്പോൾ പറയുകയാണ്, ഞാൻ ചില സാഹചര്യങ്ങൾ കൂടി പെട്ടുപോകാൻ തക്കണം ഇടയായിട്ടുള്ളത്. എനിക്ക് ആരാധിക്കുവാൻ കഴിയുന്നില്ല. ദൈവം തരുന്ന അവസരങ്ങളിൽ ഞാൻ ചില സമയങ്ങളിൽ പെട്ടുപോയി, അതുകൊണ്ട് എനിക്ക് ഇപ്പം ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. അതിന്റെ 10-ാം വാക്യത്തിൽ വീണ്ടും ചോദിക്കുകയാണ്, അല്ലെ? വീണ്ടും ചോദിക്കുക, നിന്റെ ദൈവം എവിടെയെന്ന്, അല്ലെ? ജീവിത പ്രാരാബ്ദങ്ങളുടെ ഘട്ടത്തിലെ പ്രയാസഘട്ടങ്ങളിലെ എന്തേ നമുക്ക് ഒരു വിടുതലില്ലാത്തത്? അസ്ഥികളെ തകർക്കും വണ്ണം ഉള്ള ഒരു ചോദ്യമാണ് നിങ്ങളുടെ ദൈവം എവിടെ ദാവീദിനോട് ചോദിക്കാൻ വേണ്ടി. ഉൽപ്പത്തി 22-ൽ അവിടെ ഒരു ഇസാക്ക് അപ്പനും മകനോട് യാഗം കഴിക്കുവാനായിട്ട് പോവുകയാണ്. ആ യാഗം കഴിക്കുവാൻ പോകുമ്പോൾ ആ അപ്പനോട് ആ മകൻ ചോദിക്കുന്നുണ്ട്, അപ്പ വിറകുണ്ട്, കത്തിയുണ്ട്, എന്നാൽ യാഗവസ്തു ഉണ്ട്. ആ മകന്റെ ചോദ്യം കേട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആ അപ്പന്റെ ഹൃദയത്തൂടെ ആ കത്തി കയറി ഇറങ്ങിയ ഒരു വേദന വന്നു കാണും, അല്ലേ? അല്ല സഹോദരൻ, നമുക്ക് അങ്ങനെ, ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്. ആ കത്തി ആ ഹൃദയത്തിൽ കടന്നു ഒരു വേദന. എന്തു ഇത് എന്നാലും അവിടെ എന്ത് ചെയ്തു? ആ പിന്നെ പിതാവ് പതറുവാൻ തക്കണം എത്തുന്നത്, യഹോവയിരെ എന്ന് പറയുവാൻ തക്കണം ഇടയായിട്ട് നല്ല ധൈര്യപ്പെടുത്തി. കാരണം അപ്പനറിയാം എന്തുവാണ് യാഗവസ്തു. എന്നാൽ മകന്റെ ചോദ്യത്തിന്റെ മുന്നിൽ അവിടെ പതറാതെ നിന്ന് പറയാൻ തക്കണമായിരുന്നു യഹോവ. നമ്മുടെ സാഹചര്യങ്ങള് പ്രതികൂലമാകുമ്പോൾ സഹോദരിമാരെ, നമ്മുടെ പ്രിയപ്പെട്ടവരോടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ പോയിട്ട് വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുമോ യഹോവേ ഇരേ എന്ന്? നമുക്ക് ആ ധൈര്യം നേടിയെടുക്കാൻ തക്കണം ഈ നാളുകൾ നമ്മൾ കൂടുതലായിട്ട് പ്രാപ്തരാകണം. 6-ൽ കാണുവാണ്, 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, 6-ൽ പറയുന്നത്, ദൈവമേ എന്റെ ആത്മാവിഷയം, അതുകൊണ്ട് ഞാൻ യോർദാൻ പ്രദേശത്ത്, ഹെർമോൻ പർവ്വതം, യോർദാൻ എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? യോർദാൻ ചില സമയങ്ങളിൽ കവിഞ്ഞു കഴുകും, ഒഴുകുവാൻ തക്കണിടയത്ത് എല്ലാം തൂത്തുവാരി കൊണ്ടുവന്ന ഒരു അനുഭവം. ആ അനുഭവത്തിൽ കൂടെ ദാവീദ് കടന്നു പോകാൻ തക്കണ എടുത്തത്. ആ കവിഞ്ഞൊഴുകിയപ്പോൾ സകലത് യോർദാൻ ദാവീദിൽ നിന്ന് പോകാൻ തക്കണ എടുത്തത്. അതുപോലെ മിസാർ മല ഉരുളൻ കല്ലുകളാണ്. ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോൾ ഒരു 4 സ്റ്റെപ്പ് പുറകോട്ട് പോകുന്നതാണ്. ഇവിടെയെല്ലാം എന്ത് ചെയ്യാണ്? ഞാൻ നിന്നെ ഓർക്കുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ ജീവിതത്തിൽ ഉണ്ടായത് ഈ യോർദാന്റെ അനുഭവത്തിലും ഈ മിസാറിന്റെ അനുഭവത്തിൽ കൂടെ ഒക്കെയും ഞാൻ കടന്നുപോയി. എന്ത് ചെയ്യാണ്? ഇവിടെയെല്ലാം ഞാൻ നിന്നെ ഓർക്കുന്നു എന്ന് ദാവീദ് പറയാണ്. ഹൃദയത്തെ കുത്തിക്കീറുന്ന അനുഭവങ്ങളിലും ചോദ്യങ്ങൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ ധൈര്യത്തോടെ നമുക്ക് പറയുവാൻ കഴിയണം യഹോവേ ഇരേ എന്ന്, അല്ലെ? യഹോവ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിലെ മാറയുടെ അനുഭവത്തെ മാറ്റുവാൻ തക്കണം നമ്മുടെ മുൻപില് ഒരു വൃക്ഷം അവിടെ ദൈവം കരുതിയിരിക്കും. അത് വെട്ടിയിടുമ്പോൾ എന്ത് ചെയ്യും? ആ മാറയുടെ അനുഭവം മാറി ഒരു മധുരം നമുക്ക് ലഭിക്കാൻ തക്കണം. നമ്മൾ ഏത് അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നതോ ആ പ്രതികൂല മധ്യത്തില് ആ ഒരു ആട്ടിൻകുട്ടി അവിടെ കരുതിയെങ്കിൽ, നമ്മൾ മാറയുടെ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ ഒരു വൃക്ഷം അവിടെ കരുതിയെങ്കിൽ, ആ അനുഭവത്തിൽ കൂടെ കടന്നു പോകാൻ ദാവീദ് ഈ അനുഭവങ്ങളെയൊക്കെ ഒന്ന് ഓർക്കുവാണ്, ഒന്ന് അയവിറക്കുവാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ചതായ വ്യതകള്, നമ്മൾക്ക് അനുഭവിച്ച കഷ്ടങ്ങള്, നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതും നമ്മൾ വരുത്തി വെച്ചതുമായ അനുഭവങ്ങളെ ഇവിടെ നമ്മൾക്കൊന്ന്
പുറകോട്ട് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവസേനയെ നമുക്കൊന്ന് സമർപ്പിക്കാം. നമുക്ക് അവിടെയെല്ലാം പറയാം യഹോവയിരേ എന്ന്. യഹോവയിരേ, ഇത് ഞാൻ ഈ നാളുകളിൽ നമ്മൾ പറയണം യഹോവയിരേ. നമുക്ക് എന്ത് പ്രയാസം വന്നാലും പ്രതികൂലം വന്നാലും പ്രിയ സഹോദരിമാരെ, നമ്മൾക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട്. മാറയുടെ അനുഭവത്തെ മധുരമാക്കുന്ന യഹോവയുണ്ട് അല്ലെ. യാഗത്തിന് കഴിഞ്ഞ് കൊണ്ടുപോയപ്പോൾ അവിടെ ദൈവത്തിന്റെ വാക്കുകൾക്ക് അനുസൃതമായി പോയപ്പോൾ ദൈവം അവിടെ ഒന്നിനെ കരുതുവാൻ തക്കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തതായ കരുതലിന്റെ അനുഭവങ്ങൾ നമ്മൾ പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. നമ്മുടെ ജോലി മണ്ഡലങ്ങള്, നമ്മുടെ ഭൗതിക മണ്ഡലങ്ങളൊക്കെ നമുക്ക് നഷ്ടങ്ങൾ വന്ന് നമ്മൾ നിരാശപ്പെടുന്ന ഒന്നുമില്ല എന്ന് ഓർത്ത സ്ഥലത്ത് ദൈവം കരുതിയെങ്കിൽ ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, നമുക്ക് മുൻപോട്ട് പോകാൻ സർവ്വകൃപാല ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സങ്കീർത്തന പ്രബോധനം വിവരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 42-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കി നമ്മളോട് രണ്ട് വാക്ക് പറയാൻ തക്കണ ദൈവമായ കർത്താവ് നമ്മുടെ ആന്റിയെ ബലപ്പെടുത്തിയ സ്തോത്രം. നമ്മൾ പലപ്പോഴും വായിക്കുന്ന സങ്കീർത്തനമാണ്. മാന്നീർ തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഒരു മാന നീർത്തോടിലേക്ക് ചെല്ലുന്ന എന്താണ്? അത് ദാഹിച്ച് വെള്ളം ചെല്ലുന്ന ഒരവസ്ഥ. അതുപോലാണ് നമ്മുടെ ആത്മാവും ദൈവത്തോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഞാൻ എൻ്റെ സംസാരം അധികം ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ താങ്ക് യു ആന്റി. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. അതിനായിട്ട് ഞാൻ മേരിക്കുട്ടി ആന്റിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. ഇന്ന് നടക്കുന്ന നമ്മുടെ ലേഡീസ് മീറ്റിങ്ങിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്ന എല്ലാ സഹോദരിമാർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ലീഡ് ചെയ്ത ജസ്റ്റിസിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ടും പ്രാർത്ഥിക്കാം. പുതിയ പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. മിനിസ്ട്രിയിലുള്ള ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, നമ്മളുടെ ഡയറക്ടേഴ്സ്, നമ്മുടെ മെന്റേഴ്സ് എല്ലാവർക്കുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മിനിസ്ട്രിയുടെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മക്കൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ തലമുറകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മയക്കുമരുന്നിനും മദ്യപാനത്തിനും ഒക്കെ അടിമയായ മക്കളെ ദൈവം പിടിപ്പിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങള് നടക്കുന്ന സ്ഥലങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ഒരു സമാധാനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായിട്ട് ഭാരപ്പെടുന്നവരെ, തീരാവ്യാധികളാൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മിനിസ്ട്രിയില് പലവിധമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും രോഗങ്ങളും ഒക്കെ അനുഭവിക്കുന്ന അനവധി ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ആശ്വാസത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അധിവസിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അമേരിക്ക ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യ, കേരളത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഭരണങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനീതികൾ, അക്രമങ്ങളൊക്കെ മാറിപ്പോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും വിഷയങ്ങള് രണ്ടുപേർക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസി പറഞ്ഞതായ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഞങ്ങൾ സ്തോത്രത്തോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഇന്നത്തെ ദൈവമേ ലേഡീസ് മീറ്റിങ്ങിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ലീഡ് ചെയ്യുന്നതായി ഞങ്ങളുടെ ജെസ്സി സിസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു. ഓരോ പ്രോഗ്രാം നടത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം സഹായിക്കണം. മെസ്സേജ് പറയുന്നതായ ഗ്രേസി പോളാൻഡിക്കായി സ്തോത്രം. ഞങ്ങളുടെ ദാസിയെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയെ ദൈവകരങ്ങളിലേക്ക് സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്ന കർത്താവ്. ഇത്രത്തോളം ദൈവം ഗ്രൂപ്പിനെ അനുഗ്രഹിച്ചല്ലോ കർത്താവെ. നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. പ്രസിഡന്റിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി മാനിച്ചാട്ടെ, ആദരിച്ചാട്ടെ. വൈസ് പ്രസിഡന്റിനെയും കുടുംബത്തെയും ദൈവം മാനിച്ചാട്ടെ, ആദരിച്ചാട്ടെ. സെക്രട്ടറിക്കായി സ്തോത്രം. കുടുംബമായി അവരെ അനുഗ്രഹിക്കണമേ. ജോയിന്റ് സെക്രട്ടറിക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എല്ലാ കോർഡിനേഴ്സിനെയും അവരുടെ കുടുംബങ്ങളെ എല്ലാം ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ പൂർണ്ണമാകണമേ. ഗ്രൂപ്പ് വളർന്നു പന്തലിപ്പാൻ, അനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരുവാൻ, അനേകർ ഈ ഗ്രൂപ്പിലൂടെ ദൈവത്തെ അറിയുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക നന്മകളെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില സ്പോൺസർമാരെ ഗ്രൂപ്പിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഹൈദരാബാദിൽ ദൈവമേ തുടങ്ങിയതായ അവിടുത്തെ ഹാലിയ ട്രിനിറ്റി ഗ്രൂപ്പിൻ്റെതായ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അമേരിക്കയിലും ഹാലലിയ തുടങ്ങുവാൻ ഞങ്ങളുടെ ദാസൻ ആഗ്രഹിക്കുന്നത് ഭക്തന്മാരുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങൾ കർത്താവിന്റെ വലിയ പ്രവൃത്തി ദൈവമേ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹാലലിയ, ഞങ്ങളുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടണമേ. പകർച്ചവ്യാധികളൊക്കെയും പടർന്നു വരുന്നെന്ന് ഞങ്ങൾ കേൾക്കുവാൻ ഇടയായി. കർത്താവെ, രോഗങ്ങൾ പൂർണ്ണമായി മാറുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കണമേ. മയക്കുമരുന്നിനും മദ്യപാനത്തിനും ഒക്കെ അടിമപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിടുതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഏത് മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയുമല്ലോ. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും ദൈവാത്മാവ് കുഞ്ഞുങ്ങളോടൊക്കെ ഇടപെടണമേ. കർത്താവെ, മദ്യാസക്തി നിന്നും മയക്കുമരുന്നിന്റെ ഉപയോഗത്തിൽ നിന്നൊക്കെയും കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലുള്ള സകലരും ദൈവത്തെ അറിയുവാൻ ഇടയാകണമേ. ലോകരാജ്യങ്ങളിലുള്ള എല്ലാവരും ദൈവത്തെ അറിയുവാൻ ഇടയാകണമേ. കർത്താവിന്റെ വേലക്കാരെ എല്ലാം ശക്തമായി ഉപയോഗിക്കണമേ. കർത്താവെ, യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലൊക്കെയും ദൈവിക സമാധാനം ദൈവം നൽകണമേ. കർത്താവ്, യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭരണകർത്താക്കളെ ഒക്കെയും ദൈവം കരങ്ങളിൽ എടുക്കണം. നീതിയോട് ന്യായത്തോട് ഭരണം നടത്തുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അനേക രോഗികൾ ദൈവമേ ഓരോ രാജ്യങ്ങളിലും ഉണ്ടല്ലോ കർത്താവെ. ഹല്ലേലൂയ. മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ട പ്രിയപ്പെട്ടവരെല്ലാം ദൈവം സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ മാതാപിതാക്കളെ വരെ ദൈവകരങ്ങളിലേക്ക് സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. എല്ലാവരുടെയും ചെറുതുമർദ്ദമായ ആവശ്യങ്ങളുടെ മുഖത്ത് ദൈവം പ്രവർത്തിക്കണമേ കർത്താവേ. ദാസി പറഞ്ഞതായ എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിലേക്ക് സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സ്നാനം ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, പറയപ്പെട്ട വിഷയങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രികാല ഈ മീറ്റിംഗിൽ കടന്നു വന്ന ഞങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, ലീഡ് ചെയ്യുന്നവരോടും ദൈവ സാന്നിധ്യം കൂടി നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദാസിമാർക്കും ദൈവാലോചന പറഞ്ഞു കൊടുത്ത്, കർത്താവ് ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞു കൊടുത്ത് ദൈവകൃപയിൽ ഇത്രത്തോളം നടത്തിയ കുറവുകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, നിന്റെ സാന്നിധ്യത്തിൽ ഏൽപ്പിക്കുകയാണ്. പലവിധമായ ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും ഇത്രത്തോളം ക്ഷേമമായി ഞങ്ങളെ പോറ്റി പുലർത്തുന്ന നല്ല കുറവുകൾക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ട്രിനിറ്റി ഫൗണ്ടേഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിന്റെ വർദ്ധവിനായി ഞങ്ങൾ വിശ്വാസത്തിലേക്ക് ഇതിനെ നടത്തുമാറാകണമേ. കർത്താവെ, പൂലമ്പാട് കർത്താവെ ഇത് പരന്ന് പന്തലിച്ച് കർത്താവെ നല്ലൊരു വൻവൃക്ഷമായി തീരുവാന്, അനേകർ ഓടി വന്ന് അഭയം പ്രാപിച്ചതായി തീരുവാന്, അനേക അന്ധകാരത്തിൽ കിടക്കുന്നവർക്ക് പ്രകാശമായി തീരുവാന് എന്റെ സ്വർഗത്തിലെ അപ്പച്ചാ നീ ഇതിനെ കണ്ടിരിക്കുക. സ്തോത്രം. നിന്റെ ആ ദാസന്റെ ദർശനങ്ങളെ അങ്ങ് മാനിക്കുമാറാകണമേ. കർത്താവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെങ്കിൽ അതിനെതിരായി വരുന്ന സകല കർത്താവ് എതിരുകളെയും സകലതായ പോരുകളെയും സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങ് ശാസിച്ച് എന്റെ യേശുവിന്റെ നാമം അവിടെ ജയമെടുക്കണമേ. നിനക്കെതിരെ വരുന്ന ഒരായുധവും ഭരിക്കയില്ല. ഞങ്ങളുടെ ഉടമസ്ഥനെ ഉത്തരവാദി സ്വർഗത്തിലെ അപ്പച്ചനായിരിക്കാൽ ഓ ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിൽ നീട്ടുകയില്ല. നിന്റെ യേശുപച്ചന്റെ വചനമെങ്കിൽ അപ്രകാരം കർത്താവെ പരിശുദ്ധ മുദ്രയിട്ട് ഇതിനെ കർത്താവ് വർദ്ധിപ്പിക്കുമാറാകണമേ. കർത്താവെ, ഇതിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 14 ജില്ലകളെ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു, 7 ഭൂഖണ്ഡങ്ങളെ ഏൽപ്പിക്കുന്നു, അല്ലാതെ നദികളെ ദ്വീപുകളെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലായിടങ്ങളിലും യേശുവിന്റെ നാമം കടന്നു ചെല്ലട്ടെ. അനേക അഭിഷിക്തന്മാരെ ദേശമായി നീ അയക്കുമാറാകണമേ. കഴിഞ്ഞ ദിവസം കർത്താവെ കർണാടക പ്രദേശത്ത് തുടങ്ങിയ വേല അധികമായി ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും കർത്താവ് തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ അപ്രകാരം ഒരു വർധനവരോ ദേശത്ത് വരട്ടെ. അതിൽ കർത്താവ് നേതൃത്വം വഹിക്കുന്ന ദാസിനെ ദാസി അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങനെ കർത്താവിന്റെ സർവശാസ്ത്രം കുടുംബത്തെ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ മറയ്ക്കണമേ. ആവശ്യങ്ങൾ അത്ഭുതം പ്രവർത്തിക്കുമാറാകണമേ. കർത്താവ് എല്ലാ ഭവനമുള്ളവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാ വിഷയങ്ങളും ആശുപത്രി കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇതിനു വേണ്ടതായ സ്പോൺസർമാരെ ദൈവം തക്ക സമയത്ത് ഒരുക്കണം. സാമ്പത്തിക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അളക്കുന്ന അളവിനാൽ അമർത്തി കുലുക്കി നല്ലൊരു അളവ് ഞങ്ങളുടെ മടിയിൽ നൽകുന്നു. യേശുപ്പച്ചന്റെ വചനമെങ്കിൽ തക്ക സമയത്ത് കർത്താവ് എല്ലാം നന്നായി ചെന്ന ദൈവമാണ്. കർത്താവ് ശേഷത്തോളം ദൈവം കാര്യങ്ങൾ നടത്തി വീണ്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കാൻ ദൈവം സഹായിക്കണം. കർത്താവിന്റെ കൃപയിൽ മറയ്ക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം. മറുപടി ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കാൻ സ്തോത്രം. അൻപുള്ള യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഹല്ലേലൂയ.
കർത്താവെ ഒരു തിങ്കളാഴ്ച കൂടെ കർത്താവെ സ്തോത്ര ലേഡീസ് മീറ്റിംഗില് കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒന്നിച്ച് കൂടുവാൻ ദൈവം തന്ന സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കടന്നു വന്ന എല്ലാ സഹോദരിമാരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആഗ്രഹിച്ചിട്ടും കടന്നു വരാൻ സാധിക്കാത്ത മക്കളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഇനി മധ്യസ്ഥ പ്രാർത്ഥന കർത്താവെ പ്രാർത്ഥിച്ച കർത്താവ് സിസ്റ്ററിനോടും ശൈല സിസ്റ്ററിനോടും ദൈവമേ ഹല്ലേലൂയ കുടുംബത്തെ ദൈവം മാനിക്കണം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇനിയും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കർത്താവെ സംസാരിക്കുന്ന ഗ്രേസി മാമയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണേ, കുടുംബമായിട്ട് ദൈവം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രോഗ്രാം ചെയ്യുന്ന മക്കളെ എല്ലാം ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കാനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടുത്തരവല്ലണമേ. ആമേൻ ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്ത് ആന്റിയോടുള്ള നന്ദി സ്നേഹം അറിയിക്കട്ടെ. ഇനിയും കർത്താവ് ധാരാളമായി തന്റെ മകളെ ഉപയോഗിക്കുമാറാകട്ടെ. അതിന് പ്രാർത്ഥനയ്ക്ക് സപ്പോർട്ട് ചെയ്ത ലതാന്റിയോടും ശൈല സിസ്റ്ററോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്ത നമുക്കൊരു സ്പെഷ്യൽ പ്രോഗ്രാം ആണ്. നമ്മുടെ ജോ സിസ്റ്റർ ആണ് അത് ഏറ്റിരിക്കുന്നത്. ഇല്ല എന്ന് വിചാരിക്കുന്നു, കാരണം ഡിവൈസിലൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് ഞാൻ തന്നെ ചെയ്യുവാണ്. അപ്പൊ വേറൊരു സ്പെഷ്യൽ പ്രോഗ്രാം കൂടെ ഉണ്ട്, അപ്പൊ അത് ഈ ടൈമിൽ ഞാൻ ചെയ്യുകയാണ്. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവിന് വീണ്ടും നന്ദി അർപ്പിക്കുന്നു. ഒരു സ്പെഷ്യൽ പ്രോഗ്രാമായി കടന്നു വരുവാൻ തക്കണം ദൈവമായ കർത്താവ് ഡീനെ സഹായിച്ചതിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ 5 ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടുള്ളു. അപ്പോൾ ഇതൊരു ഞാൻ ഒരു പാട്ട് തന്നെയാണ്. ആ പാട്ടിന്റെ കുറെ സ്റ്റാൻസ പാടും. അപ്പൊ അതിന്റെ സെയിം ആയിട്ടുള്ള പാട്ട് നിങ്ങൾ പാടണം. അതായത് അതിന്റെ അർത്ഥവും ട്യൂണും എല്ലാം ഒരേ വരുന്നത് പോലെയുള്ളത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൈസ് ദി ലോർഡ്. ഓമനയായൊരു കുഞ്ഞോമൽ പൈതലെ മാറോടു ചേർക്കുന്ന വാത്സല്യമേ, അമ്മ മറന്നാലും എല്ലാം തകർന്നാലും കൈനീട്ടിയെത്തുന്ന സ്നേഹകാരുണ്യം. ഇതേ അർത്ഥം വരുന്ന പാട്ട് പാടിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൊന്നേ കുഞ്ഞോമനെ നിന്റെ ദൈവം ഞാൻ, അതാണോ? പറ്റുമോ അത്? ചെറിയതായിട്ടൊരു മാറ്റം, കുഴപ്പമില്ല. മറക്കാത്ത സ്നേഹമേ. താങ്ക് യു. ഒത്തിട്ടുണ്ട്. ഇനി ഒറ്റ ഒരു പാട്ടാണ്. ഈ പാട്ട് ഞാൻ അതിന്റെ ഏകദേശം പാടും. അതിന്റെ ഇതുപോലെ തന്നെ സെയിം ആയിട്ട് നിങ്ങൾ പാടണം. ഇതൊരു പുതിയ പാട്ടാണ്, എല്ലാവർക്കും പരിചയമായിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഒരു പുതിയ പാട്ടാണ്. ഗ്രേസി അമ്മച്ചി പാടി അറിയാതിരിക്കും എല്ലാവർക്കും അല്ലേ? അപ്പൊ ഓക്കെ. എപ്പോഴും മിണ്ടാൻ ഒരാളുണ്ടേ, എപ്പോഴും കൂട്ടിനൊരാളുണ്ടേ, എപ്പോഴും മിണ്ടാൻ ഒരാളുണ്ടേ, എപ്പോഴും കൂട്ടിനൊരാളുണ്ടേ, സങ്കട നേരത്തും ഒറ്റയ്ക്കാണെങ്കിലും കൂടെ നടക്കാൻ ഒരാളുണ്ടേ, സങ്കട നേരത്തും ഒറ്റയ്ക്കാണെങ്കിലും കൂടെ നടക്കാൻ ഒരാളുണ്ടേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴും മിണ്ടാനുണ്ട്, കൂട്ടിനുണ്ട്, സങ്കടപ്പെടുമ്പോഴുണ്ട്, ഒറ്റയ്ക്ക് ഞാനായിരുന്നു പറ്റുമോ? എന്താ മകനെ എന്നതു ഞാനായിരുന്നു. അല്ല അത് മാച്ചാകുന്നില്ല. ഇപ്പോൾ കൂട്ടിനുണ്ട്, മിണ്ടാനുണ്ട്, ഒറ്റയ്ക്കായിരിക്കുമ്പോണ്ട്, കൂടെ നടക്കും. ഒത്തിരി പാട്ടുകളുണ്ട്. നമ്മുടെ ടൈം കളയണോ? കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്. അറിയാമോ പാട്ട് ആർക്കേലും? അറിയാം. കൂട്ടിനവൻ എന്റെ കൂടെയുണ്ട്,
ആ ഓക്കെ, മറന്നുപോയി, താങ്ക് അത് യു. അറിയായിരുന്നു. പിന്നെ വേറെ ഒത്തിരി കൂട്ടിനായിട്ടുള്ള പാട്ടൊക്കെ ഒത്തിരി ഉണ്ട്. അത് ഓക്കെ, താങ്ക് യു. അടുത്തത്, ജീവനാണ് എന്റെ ചങ്കാണ്, സുന്ദരനാണ് എന്റെ യേശുവാണ്. ജീവനാണ് എന്റെ ചങ്കാണ്, സുന്ദരനാണ് എന്റെ യേശുവാണ്. ചങ്കാണ്, ജീവനാണ്, സുന്ദരനാണ്. ഓ, എന്തോ അല്ലേ നമ്മുടെ യേശുക്രിസ്തുവിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. സുന്ദരനാ. ആയിരം പേർ 10,000 പരമസുന്ദരൻ. അങ്ങനെ ഒരു പാട്ടുണ്ട്, പാടാൻ അറിയത്തില്ല, പറയാൻ അറിയില്ല. 1000 പേർകളിൽ അത് പരമസുന്ദരൻ. ഞാനും പറഞ്ഞു. 1000 പേർ 10,000 പേരിൽ പരമസുന്ദരൻ. 10,000 പേർകളിൽ പരമസുന്ദരനാ. അങ്ങനല്ലേ ആന്റി ആ പാട്ട്? അത് തന്നെയാണ്. അതന്നെ. അതല്ലേ ശൈല നമ്മള് സിസ്റ്റർ പാടിയത് ഓക്കെ കേട്ടോ, കുഴപ്പമില്ല. അതന്നെ. അപ്പൊ ഞാൻ അതേക്കുറിച്ച് ചങ്കാണ്, സുന്ദരനാണ്, പിന്നെന്തുവാ, ജീവനാണ്. മനോഹര. അത് തന്നെ. എന്തോ അതല്ല, സുന്ദരന മനോഹര, അതല്ല അല്ലേ? സുന്ദരന മനോഹര നിന്നെ നിന്നെ പിരിഞ്ഞിരോ. സുന്ദരന യേശുവിനെ പിരിഞ്ഞു. വർണ്ണിച്ചാണ്. Yeah. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണ് എന്റെ യേശു. പിന്നെ ജീവനെയും ജീവനെ യേശുവിനെ കുറിച്ച് വർണ്ണിക്കുന്ന ഒത്തിരി ഉണ്ട്. പിന്നെ അടുത്തത്, പോകണമേശു ബിന്ദുതുമായി സത്യസുവിശേഷമോദിടുവാൻ. പോകണമേശു ബിന്ദുതുമായി സത്യസുവിശേഷമോദിടുവാൻ. രക്ഷ പ്രാപിക്കുവാൻ, ജീവൻ പ്രാപിക്കുവാൻ യേശുവാണെന്നു പറഞ്ഞിടണം. രക്ഷ പ്രാപിക്കുവാൻ, ജീവൻ പ്രാപിക്കുവാൻ യേശുവാണെന്നു പറഞ്ഞിടണം. സുവിശേഷം വേഗം പറയുന്നത് നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെങ്ങും തീരാറായി. ഒരു ദുഃഖധീരനാ യേശുവിൻ പാടണ്ട, അതിന് സമയമുണ്ട്. പോയിടാം സുവിശേഷമോദി പാടിക്കോ. പോയിടാം സുവിശേഷം എനിക്കറിയത്തില്ല. പോർക്കളത്തിൽ നാം അല്ല, പൊരുതാനല്ല, ഇത് പിന്നെ സുവിശേഷം പറയാനല്ലേ. ആദ്യം പോരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വരുവീനേശുവിനരികിൽ. വരാൻ പറഞ്ഞ് നമ്മൾ സുവിശേഷം അടിക്കും യേശുവിന്റെ അതിലേക്ക് വരാൻ പറഞ്ഞ് വിളിക്കുകയല്ല. വേറെ ഉണ്ട്, വരുവീനി നല്ല സമയം ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. തങ്കം കൊണ്ടുള്ള ഒരു പട്ടണം, കൈപ്പണി അല്ലാത്ത പട്ടണം. തങ്കം കൊണ്ടുള്ള ഒരു പട്ടണം, കൈപ്പണി അല്ലാത്ത പട്ടണം. ഒരുക്കുന്നുണ്ടേ, ഒരുക്കുന്നുണ്ടേ, യേശുനാഥൻ ഒരുക്കുന്നുണ്ടേ. കൈകളാൽ തീർക്കപ്പെടാത്തതാ സദാകാലം മുത്തുമണികളാലെ നിർമ്മിതമാപുരത്തിൽ കർത്തനോട്. അത് മുത്തുമണികൾ കൊണ്ട് നിർമ്മിതമായ പുരം നഗരം. ഓക്കെ, നിർമ്മിതമായി ഉള്ള 12 ഗോപുരം. അത് തന്നെ പാടിക്കോ. വിളങ്ങും പട്ടണമാണത്, പുത്തനെറുശലേം പുരം തത്ര ശോഭിതം. ഓക്കെ, താങ്ക് യു. ഏതായാലും 5 ദിവസം ഒറ്റ പാട്ടിനെ ആസ്പദമാക്കിയാണ് ഞാൻ ഏതാണ്ട് ഒരു 30 മിനിറ്റ് കൊണ്ടാണ് ഇന്ന് ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ വെളിയിൽ പോയിട്ട് ഓടി വന്ന് ഞാനിങ്ങനെ ആലോചിച്ച്, എന്റെ കർത്താവ് എന്ത് ഞാൻ ഇന്ന് സ്പെഷ്യൽ പ്രോഗ്രാം നടത്തും. അപ്പൊ ദൈവം എനിക്ക് പെട്ടെന്ന് തന്നു കേട്ടോ. അപ്പൊ പ്രൈസ് ദി ലോർഡ്, നന്ദിയോടെ എല്ലാവരും എന്നോട് സഹകരിച്ചതിനായി നന്ദി അർപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമുക്കിനി അടുത്ത ഒരു അനുഭവ സാക്ഷ്യം കേൾക്കാം. നമ്മുടെ സിസ്റ്റർ സോഫി ജോയ്
പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. കുറച്ചു മുമ്പ് വിളിച്ചായിരുന്നു കേട്ടോ. ദേവദാസൻ അവിടെ ഇല്ല. ചിലപ്പോഴേ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ സാറാമ്മച്ചി അനുഭവ സാക്ഷ്യം പറയുമോ? സാറാമ്മച്ചി പറയാമോ? പിന്നെ അനുഭവമേ ഉള്ളു. ഹല്ലേലൂയ, ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ ദൈവം എത്ര വലിയവനെന്നും ഒരു പ്രാവശ്യം ദൈവത്തിനെ സാക്ഷീകരിക്കുവാൻ ദൈവം തന്ന ആയുസിനായി ആരോഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ ദൈവം എത്ര വലിയവനും നല്ലവനും വല്ലഭനും വിശ്വസ്തനുമായിരിക്കാൻ ആ ദൈവനാമത്തിലെ സ്തോത്രം ചെയ്ത് നടത്തി വരികയാണ്. കർത്താവ് രോഗത്തിൽ നിന്ന്, വേദനകളിൽ നിന്ന്, പീഡകളിൽ നിന്നൊക്കെയും വിടിയിരിക്കുന്ന ദൈവമാണ്. എത്രയോ പേരിപ്പോൾ കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും ഭാരത്തിന്റെയും ദുഃഖത്തിന്റെയും വേളയിലിരിക്കുമ്പോൾ നമ്മളെ എത്ര അധികമായി സ്നേഹിച്ച ദൈവം നമ്മളെ ഈ ആവത്തനത്തൊക്കെയും വിടിവിച്ച തിരുനിവാസത്തിന്റെ മറവിൽ ഒളിപ്പിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു മഴക്കാലം ലേഡീസ് മീറ്റിംഗിന്റെ ആഭിമുഖ്യത്തിൽ എനിക്കൊരു സാക്ഷിയായി നിൽക്കാൻ ദൈവം തന്ന ആയുസിനായ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെയും എന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് എന്റെ ഈ ചെറിയ സാക്ഷ്യത്തിൽ നിന്നും ഇരുന്നോളുന്നു. സാക്ഷി നീ പറഞ്ഞു, നീ വിമുടിവിച്ച കുടുംബങ്ങളെ കുറിച്ച് പറഞ്ഞു. ആന്റി, അമ്മച്ചി തർക്കിക്കണ്ട. അമ്മച്ചി നല്ല സാക്ഷിയാണ് പറഞ്ഞത്. പ്രൈസ് ലോർഡ്. ഇനി ദൈവമായ കർത്താവ് ബലപ്പെടുത്തട്ടെ. വാർദ്ധക്യത്തിലും ദൈവത്തിന് വേണ്ടി അനേകം ഫലങ്ങൾ കായ്ക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു, അതോടൊപ്പം ആശംസിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇനി നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാം ആണ്. അടുത്തത് നമുക്ക് മെസ്സേജ് കേൾക്കാം. അതിനായിട്ട് ഞാൻ നമ്മുടെ ഗ്രേസി പോൾ ആന്റിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ പരിനാമത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു വന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹിക്കട്ടെ നല്ല സമയത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. അവിടുത്തെ വിലയേറിയ വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണേ. അത് അങ്ങയുടെ നാമം മഹത്വമാക്കി തരണേ. കടന്നു എല്ലാവർക്കും ദൈവനാമ മഹത്വമായിരിക്കണേ. ഇതിനകത്തുള്ള എല്ലാ സഹോദരിമാരെയും അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാം കുഞ്ഞാണ്ട് രക്തത്തിൽ മുദ്രയിട്ട് കർത്താവ് ഞങ്ങളോട് സംസാരിക്കണേ യേശുവിന്റെ നാമത്തിൽ. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയേണ്ടെന്ന് പറഞ്ഞു. യേശുവും ശിഷ്യന്മാരും കൂടെ നയിൻ പട്ടണവാതിക്കൽ കൂടെ കടന്നു വരുമ്പോൾ ഇതാ മരിച്ചുപോയ ഒരുവന്റെ ശവശരീരമായി ഒരു കൂട്ടം ജനങ്ങൾ കടന്നു വരുന്നു. ആ ശവശരീരം അമ്മയ്ക്ക് ഏകജാതനായ മകനായിരുന്നു. ആ അമ്മ വിധവയായിരുന്നു. അവളുടെ സങ്കടം കാണാനോ ദുഃഖം കാണാൻ ആരുമില്ല. പക്ഷെ യേശു അവളെ കണ്ടിട്ട് അവളോട് പറയാണ്, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, കരയേണ്ട എന്ന് പറഞ്ഞു. ദൈവമക്കളെ, നമ്മുടെ ഏത് വിഷമ സാഹചര്യത്തിലും നാം എത്ര നീർന്ന പ്രശ്നങ്ങളുടെ മുൻപിലും എന്നെ ആരും കാണുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഇരുമ്പോഴും ആൾക്കൂട്ടത്തിനിടയിലാണെങ്കിലും നമ്മുടെ കർത്താവ് നമ്മെ തിരിച്ചറിയും. ആ ആൾക്കൂട്ടത്തിനിടയിൽ ആ സാധു സ്ത്രീയെ യേശു കണ്ടു. അവിടെ അടുത്ത് ചെന്നു, കരയേണ്ട എന്ന് പറഞ്ഞു. അനേകം പ്രിയപ്പെട്ടവരെ മകന്റെ നിര്യാണത്തിൽ അവിടെയുള്ള ദേശക്കാര്, നയ്യം പട്ടണത്തിലെ പണ്ഡിതന്മാര്, നേതാക്കന്മാരൊക്കെ അവിടെ ദുഃഖത്തിൽ പങ്കുചേരാൻ വന്നിരിക്കുകയാണ്. പക്ഷേ എന്നാൽ നമ്മുടെ കർത്താവിന് വരവിന് ഒരു വ്യത്യാസമുണ്ട്. അവർക്കാർക്കും സഹായിക്കാത്ത ഒരു സാഹചര്യത്തില് സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മനം തകർന്ന് ആരോട് ദുഃഖം പറയുന്ന ദിവസങ്ങളായി ദുഃഖം അനുഭവിക്കുന്ന ആ സാഹചര്യത്തില് യേശു അടുത്തു വന്നു. അവളോട് കരയേണ്ട എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കും. ആ മഞ്ചം ചുമക്കുന്ന ആ പ്രിയപ്പെട്ടവന്റെ അടുത്ത് കർത്താവ് വന്നു, ആ മഞ്ചത്തെ തൊട്ടു. അന്നേരം അവർ നിന്നു. ആ മഞ്ചം തൊടുന്നവർ അവർ നിന്നു. കർത്താവ് പറയാണ്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ളവരും പറയാണ്, ബാല്യക്കാരായി എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ആ മരിച്ചു കിടന്നവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അവൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ആ മാതാവിന്റെ കരത്തിൽ യേശു അവളെ ഏൽപ്പിച്ചു. അതേ, അവൾ വളരെ സന്തോഷത്തിലായി, ദുഃഖത്തിലായി. അവിടെ ദുഃഖത്തിൽ പങ്കുചേരാൻ ആരും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തില്
ആ പ്രയാസത്തിൽ കർത്താവളോട് കൂടെയിരുന്നു. വലിയ പുരുഷാരം അവരുടെ കൂടെ ഉണ്ട് ആ ദുഃഖത്തിൽ. കാരണം വിധവയാണ്, ഏക മകനേ ഉള്ളൂ. ആ നയിൻ പട്ടണത്തിലെ ആളുകള്, പണ്ഡിതന്മാര്, നേതാക്കന്മാര്, പല ആളുകൾ വന്നു. പക്ഷേ യേശുവിന്റെ വരവിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. യേശു അമ്മാഞ്ചം തൊട്ടു അവളെ അദ്ദേഹം ആ പൈതൽ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, പ്രയാസങ്ങളുടെയും വിഷമങ്ങളുടെ മുൻപിലും നമ്മുടെ യേശു നമ്മോട് കൂടെയുണ്ട്. നമ്മെ തള്ളിക്കളയുന്നവനല്ല. അതേ, ആ പുരുഷാർത്ഥം സാധിക്കാത്തത് ജനങ്ങൾക്ക് അന്നേരം ഇത് തോന്നി, എന്തോ സംഭവിച്ചു. ജനങ്ങൾ പറയാണ് 16-ാം വാക്യത്തിൽ, എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു അവനെ കുറിച്ചുള്ള ഈ സ്തുതി യഹൂദയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. കർത്താവിനെ കുറിച്ചൊരു സ്തുതി ഓടുന്നു. ആ കടന്നു വന്നവർക്കെല്ലാം ഭയം പിടിച്ചു. ഇവൻ ആരാണ്? മഞ്ചം തൊട്ടപ്പോൾ സൗഖ്യം എഴുന്നേറ്റ് സംസാരിക്കും. മരിച്ചുപോയാലിനെ എഴുന്നേൽപ്പിച്ചല്ലോ. ആ സാധു സ്ത്രീയുടെ ദുഃഖം മാറ്റിക്കൊടുത്തല്ലോ. അവിടെ നിന്നെല്ലാം മാറ്റിയല്ലോ. ജനങ്ങൾക്കെല്ലാം ഭയം പിടിച്ചു. നമ്മുടെ ഇടയിൽ ഒരു വലിയ പ്രവാചകൻ എഴുന്നേറ്റിരിക്കുകയാണ്. ഇതാരാണ് ഈ പ്രവാചകൻ? ആ പട്ടണം മുഴുവൻ, ആ നയിം പട്ടണം മുഴുവൻ, ആ ദേശം മുഴുവൻ കർത്താവിനെ കുറിച്ച് പറയുകയാണ്. വലിയൊരു പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേൽക്കും. ദൈവത്തെക്കുറിച്ച് ഒന്നുകൂടെ അവര് ദൈവത്തെ സ്തുതിക്കാൻ, മഹത്വീകരിക്കാൻ. 16-ാം വാക്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്നെ ജനത്തെ സന്ദർശിക്കുന്നു പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു അവനെ കുറിച്ചുള്ള ഈ സ്തുതി യഹൂദയിലൊക്കെയും ആ പട്ടണം മുഴുവൻ അറിയാൻ തുടങ്ങി. ആ പട്ടണം മുഴുവൻ ഈ കർത്താവിനെ കുറിച്ച് അറിയാൻ തുടങ്ങി. ഇങ്ങനെ ഒരു പ്രവാചകനുണ്ട്. കർത്താവ് സൗഖ്യം നൽകുന്നവനാണ്. കർത്താവ് മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. നിന്ദകളെല്ലാം മാറ്റുന്ന ദൈവമാണ്. ആ ദേശം മുഴുവൻ, ആ നയിം പട്ടണം മുഴുവൻ സന്തോഷിക്കാൻ തുടങ്ങി. മരിച്ചവനെ എഴുന്നേൽപ്പിച്ചല്ലോ. വല്ല പണ്ഡിതന്മാര്, നേതാക്കന്മാര്, സുവിശേഷ വിരോധികളൊക്കെ കാണും അവിടൊക്കെ. ആ പട്ടണം മുഴുവൻ, നയിം പട്ടണം മുഴുവൻ എല്ലാവരും സന്തോഷിക്കാൻ തുടങ്ങി. നമ്മുടെ ഇടയിൽ വലിയൊരു പ്രവാചകൻ എഴുന്നേറ്റിരിക്കുന്നു. ആ യഹൂദ പട്ടണം മുഴുവനും, ആ ദേശം മുഴുവൻ. ദൈവമക്കളെ, നമ്മൾ ചിലപ്പോൾ നമ്മൾ അറിയുന്നില്ല, പല പ്രയാസത്തിൽ കൂടെ, വിഷമത്തിൽ കൂടെ, കഷ്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിന് അതിന് ഉദ്ദേശമുണ്ട്. അത് മുഖാന്തരമാണ് അനേകം ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നത്, ആശ്വാസമായി തീർന്നത്. സൗഖ്യദായനായ കർത്താവ്, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശു കർത്താവാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് അറിയപ്പെടുത്തണം. ആ പട്ടണം മുഴുവൻ ഇപ്പോൾ, നയിം പട്ടണം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ്. അതിന് ഉദാഹരണമായി ആ പ്രിയ സഹോദരിയെ, അവൾ വിധവയാണ്, ആരുമില്ലാത്തോളം അവളുടെ ദുഃഖം ഓർത്തേക്ക് ഒറ്റ ഒരു കുഞ്ഞേ ഉള്ളൂ, അതും കൂടെ പോയി. പക്ഷേ അനേകം ജീവിതങ്ങൾക്ക് അത് പ്രയോജനമായി തീരുന്നു. ആ നയിം പട്ടണം മുഴുവൻ, ആ യഹൂദ പട്ടണം മുഴുവനും വിടുവിക്കുന്ന ഒരു യേശു ഉണ്ട്. ഒരു നല്ലൊരു പ്രവാചകനാണ്. ആ മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമാണ്. പ്രശ്നങ്ങളുടെ മുൻപിൽ സഹായിക്കുന്ന ദൈവമാണെന്ന് കേൾക്കത്തക്കണം ജനങ്ങളുടെ ഒരു അത്ഭുതം ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും വിഷമങ്ങളുടെ മുൻപിലും നമ്മെ സഹായിക്കുന്ന നമ്മുടെ പ്രിയ പിതാവാണ്, രക്ഷകനാണ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഉള്ളവനാണ്. അവൻ പറയാണ്, എഴുന്നേൽക്കുക. അവൻ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. ആ മഞ്ചം കൊണ്ടുവന്ന് ആ പ്രിയപ്പെട്ടവനും പോലും ഓർക്കുകയോ, എന്റെ കർത്താവെ, ഞാൻ മരിച്ച ഒരാളിനെ ചുവന്നുകൊണ്ട് വന്നിട്ട് ഇപ്പാണ് അദ്ദേഹം എഴുന്നേറ്റ് സംസാരിക്കുന്നു. അദ്ദേഹത്തിന് പോലും ഒരു അത്ഭുതമായി തീർന്നു. അദ്ദേഹത്തിന് കൂടെ യേശുവിനെ വിശ്വസിക്കുവാൻ കാരണമായി തീർന്നു ആ പട്ടണം മുഴുവനും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രയാസങ്ങളുടെ വിഷമങ്ങളുടെ മുൻപിൽ ഭാരപ്പെടുവാനല്ല, നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവൻ, പ്രശ്നങ്ങളെ അറിയുന്നവൻ, അതിന്മേൽ വിടുവിക്കുവാൻ കഴിവുള്ള ഇന്നും ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അതേ, ആ യഹൂദ പട്ടണം മുഴുവൻ, ആ നയിം പട്ടണം മുഴുവൻ അതിനെ ഉദാഹരണമായി നമ്മൾ വായിച്ചിരിക്കുകയാണ്. അനേകം ജീവിതങ്ങൾക്ക് പ്രയോജനമായി തീരുവാൻ ആ സാധു സ്ത്രീയെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചു. അവളിപ്പോൾ വലിയൊരു സാക്ഷിയായി തീർന്നു കാണും. അവിടെ എല്ലാവരും പറഞ്ഞു, എന്റെ മകനെ മരിച്ചതായിരുന്നു, പക്ഷേ യേശു കർത്താവ് തൊട്ട് സൗഖ്യം ജീവനെ തന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് അവൾ ഒരു സാക്ഷിയായി തീർന്നു. ആ പൈതൽ ഒരു സാക്ഷിയായി കാണും. ആ പൈതൽ പറഞ്ഞു കാണും, ഞാൻ മരിച്ച് എന്നെ മഞ്ചം തൊട്ട് അടക്കാൻ കൊണ്ടുപോകുമായിരുന്നു. ആ സമയത്ത് യേശു കർത്താവ് എന്നെ തൊട്ടു, എനിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചു. വലിയൊരു സാക്ഷ്യം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ മരുഭൂപ്രയാണത്തിൽ, സിയോൻ യാത്രയിൽ കഷ്ടങ്ങളും ഓളങ്ങളും പ്രയാസങ്ങളും വിഷമം കൊണ്ട് ചഞ്ചലപ്പെടാനല്ല, നമ്മുടെ ഈ ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമം മാറ്റുവാൻ കഴിവുള്ളവൻ, ഏത് സമയത്തും നമ്മളെ സഹായിപ്പാൻ, എന്ത് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട സമയത്തും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മുടെ കർത്താവ് ഇന്നും ജീവിച്ചിരിക്കുകയാണ്. ഈ നല്ല കർത്താവിൽ നമുക്ക് പൂർണ്ണ പ്രത്യാശയോടെ, ധൈര്യത്തോടെ, ഉറപ്പോടെ നമ്മുടെ വിശ്വാസയാത്ര മുൻപോട്ട് പോകുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു കൂട്ടായ്മ, ഇങ്ങനെ ഒരു സൗകര്യം, ഇങ്ങനെ ഒരു സാഹചര്യം എനിക്ക് തന്ന പ്രിയപ്പെട്ട എല്ലാവരോടും കർത്താവിന്റെ നാമത്തിൽ നന്ദി, സ്നേഹം അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ചുരുങ്ങിയ സമയം കൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ആസ്പദമാക്കി സംസാരിച്ച
അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നു ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. കരയണ്ട എന്ന് ദൈവമായ കർത്താവ് അവളോട് പറയും. അപ്പോൾ അവൾ കരയുന്ന അനുഭവം നമുക്കറിയാം. തന്റെ പൊന്നോമ്മന മകൻ മരിച്ചുപോയി. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തിലും നമ്മള് സഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ കരയുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ ദൈവമായ കർത്താവ് നമ്മളോടും പറയും, കരയേണ്ട. നമ്മുടെ അവസ്ഥ അല്ലെങ്കിൽ നമ്മൾക്ക് വന്നിരിക്കുന്ന പ്രശ്നം, ഭാരം എന്തെന്നുള്ളത് ദൈവമായ കർത്താവ് അറിഞ്ഞ് നമുക്കും അതിന്റെ പരിഹാരം നൽകുന്നു. ഇവിടെ നമുക്കൊരു അത്ഭുതം കാണുവാൻ സാധിക്കും. ആ സഹോദരിയുടെ കരച്ചിൽ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറയുകയാണ് കരയേണ്ട എന്ന്. അതിന് ഫലമായിട്ട്, ആ കരച്ചിലിന്റെ ഫലമായിട്ട് ദൈവമായ കർത്താവ് ആ മകനെ തിരികെ കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ലോർഡ്. ആ ഒരു അത്ഭുതം നടന്നതിന്റെ ഫലമായിട്ട് അവനെക്കുറിച്ചുള്ള ശ്രുതി യഹൂദയിലൊക്കെ ചുറ്റുമുള്ള നാടെങ്ങും പരന്നെന്ന്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആ ശ്രുതി നാടെങ്ങും പരന്നെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. കർത്താവിന്റെ വലിയൊരു നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവ് ഇനി ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാൻ തക്കണം മാതാവിനെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇതോടെ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇത്രയും സമയം എനിക്ക് ഈ അതായത് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യാൻ തക്കണം ശൈല സിസ്റ്റർ എനിക്കും ഒരവസരം തന്നതിനായി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അതിനായി പ്രാർത്ഥിക്കല്ലേ സിസ്റ്ററെ? ഞാനൊരു സ്പെഷ്യൽ പ്രോഗ്രാം വേണമെങ്കിൽ നടത്താം, സമയമുണ്ടല്ലോ. നടത്തിക്കോ. 6:23 അല്ല 6:23 പോട്ടെ. അവിടെ ടൈം എന്തായി? 5 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ഒരു 3-4 ചോദ്യം. പാട്ടിന്റെ ഇടയ്ക്കുന്ന് ഞാൻ പാടും, നിങ്ങൾ ആദ്യം പാടണം. കുഴപ്പമില്ല. കണ്ണീരില്ല നാടതി, ശോകമില്ല വീടതി, എന്നുമേക്ക് വന്നിടും എന്റെ പ്രാണനായക. ഓക്കെ, അടുത്തത്. വാക്തത്വം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല, വാനവും ഭൂമിയും മാറിയിടുമേ. ആരംഭം പാടും. നിനക്കായി കരുതും. ഓക്കെ. അടുത്തത്. എരിയിൻ തീച്ചുളയെതിരായെരിഞ്ഞാൽ ചന്ദ്രത്തിൽ എൻബ്രിയൻ ബാലങ്കരത്തിൽ പിടിച്ചെന്നെ. ഓക്കെ. അടുത്തത്. തീരകളറുമ്പോൾ അല്ലേ? അടുത്തത്. മാട്ടിൻതോട്ടത്തിൽ പിറന്ന, അയ്യോ എനിക്ക് മാട്ടിൻതോട്ടത്തിൽ പിറന്ന മാന്യസുതനെ വാഴ്ത്തിടുന്നു ഞാൻ എന്റെ രക്ഷകനെ നന്ദിയുണ്ട. അടുത്തത്. തമ്മിൽ കാണും ശുദ്ധന്മാരെ കാണുവാൻ അർത്തി വളരുന്നേ. അതാണോ? അതെ. ഒരുങ്ങി നിന്നോർ തന്നോടുകൂടെ മണിയറയിൽ വാഴാൻ രാജാതിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളണം. അടുത്തത്. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ ദൈവ സ്നേഹത്തിൽ തന്നെ എന്നിൽ സ്വഭാവം പകരണമേ. അതിന്റെ ആദ്യം എല്ലാം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.
പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതിനകത്ത് ഇത്രയും ഡിവൈസ് ഉണ്ടായിട്ട് എല്ലാവരും നോക്കുന്നുണ്ട്. മേരി ജോർജ് എന്നൊരു ഡിവൈസ് ഞാൻ കാണുന്നുണ്ട്. അമ്മച്ചി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അമ്മച്ചിക്കൊക്കെ അറിയാവുന്ന പാട്ടായിരുന്നു, പാടിയില്ല. ബാബു ഉണ്ട്. ചിലതൊക്കെ അറിയാമെന്ന് പറയില്ല. പിന്നെ പാട്ടിന് എല്ലാം ഞാൻ കുറച്ച് പുറകോട്ടാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പിന്താങ്ങി, ഈ പ്രാവശ്യം ഞാന് പാസ്സാക്കി, ഈ പ്രാവശ്യം പിന്താങ്ങി. ഞാൻ പോകും. എത്ര ഓക്കെ, പ്രാവശ്യം എല്ലാരും കയറുക. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ പ്രോഗ്രാമുകളും ഇവിടെ കഴിഞ്ഞിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന ഞാൻ പറഞ്ഞ പോലെ ഈ മേരി ജോർജിൽ കാണുന്ന അമ്മച്ചി തന്നെ അങ്ങ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു. ഓക്കെ. കർത്താവിനോട് സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്വപിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ഞാൻ സ്തുതിക്കുന്നു. കർത്താവ്, ലേഡീസ് മീറ്റിങ്ങിനോട് ഉള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് അവിടങ്ങളായിരുന്ന സഹോദരിമാർക്ക്, ആന്റിമാർക്ക് എല്ലാം ഒരുമിച്ച് കൂടുവാനും കർത്താവിന്റെ സന്നിധിയിൽ പല വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനും പല വിഷയങ്ങൾ അവതരിപ്പിക്കുവാനും എല്ലാം കർത്താവ് സഹായിച്ചല്ലോ. ദൈവമേ, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം. കർത്താവ്, ഈ പ്രാർത്ഥന മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിപ്പാന്റെ ഗുണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മേരിക്കുട്ടി ആന്റി ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അമ്മച്ചി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, വചനം പറഞ്ഞ അങ്ങനെ ദാസി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകണമേ. ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസിയെ വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സങ്കീർത്തനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതലായി കർത്താവിന്റെ വചനം പറയുവാനും എല്ലാ കാര്യങ്ങളും കർത്താവ് ശുശ്രൂഷകളെല്ലാം പിന്നെ ചെയ്യുവാൻ്റെ കൊണ്ട് അവിടുന്ന് ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു പ്രോഗ്രാമുകൾ കർത്താവിന്റെ ദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെല്ലാം ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവ്, ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർന്നുള്ള നാളുകളിൽ ഈ കൂട്ടായ്മയിൽ പിന്നെയും വർദ്ധിച്ചു വരുവാനും കടന്നു വരാൻ കഴിയാത്തവരെല്ലാം കർത്താവെ അടുത്ത ലേഡീസ് മീറ്റിങ്ങൾ കടന്നു വരുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് സകലവും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു ആന്റി. ഇനിയുള്ള കാര്യങ്ങൾ നമ്മുടെ സിസ്റ്റർ ശൈലാവിന്റെ സിസ്റ്റർ ആശീർവാദം പറഞ്ഞില്ല, അമ്മച്ചിനെ കൊണ്ട് ആശീർവാദം പറഞ്ഞില്ല. അമ്മച്ചി മറന്നുപോയെന്ന് തോന്നുന്നു. ആറാമച്ച് പറയട്ടെ. എന്നാ സാറാമച്ചി പറയാം. ക്രിസ്തുവിന്റെ കൃപയും ആശീർവാദം പറയാം. ആശ്വസിപ്പിച്ച് വഴിയടുത്തൊന്ന് പശുവിന് ആത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച് ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രാർത്ഥന കേട്ടേ. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, മേരിക്കുട്ടി ആന്റിക്ക് മൈക്ക് കൈമാറുക. മേരിക്കുട്ടി ആന്റി പറയും. കടന്നു വന്ന എല്ലാ സഹോദരിമാരുടെ ഞങ്ങൾ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും എല്ലാവരും വരാഞ്ഞത്. അന്ന് വന്നവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പിന്നെ പുതുവർഷത്തിലെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളെ ദൈവം നിറയ്ക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രോഗ്രാം ചെയ്ത എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ലീഡ് ചെയ്ത ജെസ്സി സിസ്റ്ററുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഗ്രേസ് മാമയുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ശൈല സിസ്റ്റർ, നമ്മുടെ ലതാ സിസ്റ്റർ, എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശൈല സിസ്റ്റർ പറഞ്ഞു. ഈ 2023 നമ്മളെ വിട്ടു പോകുവാൻ ഇനി ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നുവരെയും ദൈവമായ കർത്താവ് ലേഡീസ് ഗ്രൂപ്പിലുള്ള എല്ലാ സഹോദരിമാരെയും പരിപാലിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. മേരിക്കുട്ടി ആന്റി പറഞ്ഞതുപോലെ ഇന്നത്തെ മീറ്റിംഗിൽ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമുള്ള, ക്രിസ്തുമസ് ആയതുകൊണ്ട് ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയത് കൊണ്ടാണ്. ഇനി നമുക്ക് പുതുവർഷം ആണ് നമ്മുടെ മീറ്റിംഗ് ഉള്ളത്. ഈ വർഷത്തെ അവസാനത്തെ മീറ്റിംഗ് ആയിരുന്നു ഇന്ന് ലേഡീസ് മീറ്റിംഗ് നടന്നത്. ഇനി പുതുവർഷം നമ്മൾക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട വർഷമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. പുതിയ തീരുമാനത്തോട് ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമുക്കെല്ലാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് കയറിയ എല്ലാവരോടും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ലീഡ് ചെയ്ത ജെസ്സി സിസ്റ്റർ നന്നായി ലീഡ് ചെയ്തു. അതുപോലെ പ്രോഗ്രാം അവതരിപ്പിച്ചവരെല്ലാം ലതാ ഷാജി സിസ്റ്റർ നല്ല രീതിയിൽ സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിച്ചു. മറ്റു പ്രോഗ്രാം നടത്തിയ പ്രിയപ്പെട്ടവരെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ മേരിക്കുട്ടി ആന്റി, അതുപോലെ അനുഭവ സാക്ഷ്യം പറഞ്ഞ സാറാമച്ചി, എല്ലാവരും നന്നായി പറഞ്ഞു. മെസ്സേജ് പറഞ്ഞതായ നമ്മുടെ ഗ്രേസി പോൾ ആന്റി നല്ല മെസ്സേജ് പറയുവാനിടയായി. സ്പെഷ്യൽ പ്രോഗ്രാം നടത്തുവാൻ നല്ല സ്പെഷ്യൽ പ്രോഗ്രാം നടത്തുവാൻ ജെസ്സി സിസ്റ്ററിന് ദൈവം കൃപ കൊടുത്തു. എല്ലാത്തിനായി നന്ദി പറയുന്നു. പുതുതായി കയറിയ മേരി എന്ന് പറയുന്ന സിസ്റ്ററിന് നന്ദി പറയുന്നു. ഇനി നമുക്ക് ഇന്ന് പ്രോഗ്രാം തയ്യാറാക്കുന്നില്ല, കുറച്ച് പേര് മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് വിളിച്ച് ഞാൻ ചോദിച്ച പ്രോഗ്രാം തയ്യാറാക്കാം. ഓക്കെ, അതുപോലെ
മേരി ജോയ് സിസ്റ്റർ ഇതിനകത്തുള്ളതല്ലേ? നേരത്തെ പോലെ ഉള്ളതല്ലേ? ഇല്ല ഇല്ല, ആണോ? എന്നെ കഴിഞ്ഞ എന്റെ പേര് ഈ 2-3 ദിവസം മുമ്പ് ആഡ് ചെയ്ത. ഓ ഓക്കെ. ഓക്കെ പുതുതായിട്ട് എന്തെങ്കിലും ഓക്കെ. പറയാൻ സിസ്റ്ററെ പരിചയപ്പെടുത്താനുണ്ടോ? ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു ലേഡീസ് മീറ്റിംഗിലേക്ക്. എന്തോ? എല്ലാ ആഴ്ചയിലും കടന്നു വരണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പില് പ്രേയർ ഉണ്ട്, അതിനകത്ത് പ്രാർത്ഥിക്കണം, പാടണം. ഒരു മിനിറ്റ് സിസ്റ്ററിനെ പരിചയപ്പെടുത്താം കേട്ടോ. സിസ്റ്ററിനെ ഒരു മിനിറ്റ് പരിചയപ്പെടുത്താം. എന്നോടാ? പറഞ്ഞോ. അതെ അതെ പേരൊക്കെ ഒന്ന് ഞങ്ങള് പറഞ്ഞു, എവിടെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞോ. കണ്ണൂർ ജില്ലയില് ഇരിട്ടി കിളിയന്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര ചർച്ചാണ്. ഭർത്താവ് പിന്നെ ജോർജ് CM. ജോസിയം ഭാഷന്റെ വൈഫാ അല്ലേ? അതെ അതെ. അതാ മീറ്റിംഗ് വന്ന് കണ്ടായിരുന്നു. അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തിരുവല്ലയില് ആ സ്ഥലത്തിന്റെ പേര് അതെ ഞാൻ അതെ 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 അതാ. അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ മീറ്റിങ്ങിൽ കയറി. എനിക്ക് ഒരു മീറ്റിംഗ് ഇപ്പം സൂം മീറ്റിംഗ് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള പാസ്റ്റേഴ്സിന്റെ ഭാര്യമാരൊക്കെ കൂടുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്. അത് 9 മണിക്കാ തുടങ്ങുന്നത്. അത് പിന്നെ ഇനിയിപ്പം അടുത്തതിന് കയറണം. അപ്പൊ ഞങ്ങളുടെ ആ മീറ്റിംഗ് അവരോടൊക്കെ പറയണം, നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ച് പറയണം. അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം നമ്മുടെ മീറ്റിങ്ങിലൂടെ. പറയാം. അപ്പൊ അതും ഇതും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതുപോലെ ഞങ്ങൾ സാധാരണ പ്രാർത്ഥിച്ച് പിന്നെ മെസ്സേജ് പറയും, പാട്ട് പാടും, പിന്നെ കുറെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പിന്നെ മെസ്സേജ് പറയും, അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്കും തന്നെ 1 മണിക്കൂർ കഴിയും. അപ്പൊ ഇതുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. ഇങ്ങനെ റിപ്പോർട്ട് വായനയോ സ്പെഷ്യൽ പ്രോഗ്രാമോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ ഞാൻ ആദ്യം കാണുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. ഓക്കെ. എല്ലാ ലേഡീസ് മീറ്റിങ്ങിനും കയറണം. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ വാട്സപ്പ് മീറ്റിംഗിൽ പ്രാർത്ഥനയ്ക്കും പാട്ടിനും എല്ലാത്തിനും കയറി സഹകരിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. പിന്നെ ഇതൊക്കെ സിസ്റ്ററെ ആഡ് ചെയ്യണം കേട്ടോ. സിസ്റ്ററെ ആഡ് ചെയ്തെന്നല്ലേ പറഞ്ഞു ഇന്നലെ ഞാൻ ചെയ്തു. ഗ്രൂപ്പിലെല്ലാം ആഡ് ചെയ്തു. ഗ്രൂപ്പിൽ ആഡ് ചെയ്തല്ലോ. ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഓക്കെ, എല്ലാരും ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you all. Praise the Lord. എല്ലാവർക്കും താങ്ക് യു. ഇനി നമുക്ക് 2024 എല്ലാവർക്കും കാണാം. കർത്താവ് Okay. ക്രിസ്തു വരാൻ താമസിച്ചാൽ. അതെ. ഓക്കെ.